നമസ്കാരം. ചെങ്കടൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി മുതർ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ അവിടെ പ്രതിരോധം ശക്തമാക്കി അമേരിക്കൻ നാവികസേന. കഴിഞ്ഞ ദിവസം 5 ഡ്രോണുകളാണ് അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടത്. ഈ 5 ഡ്രോണുകളും ഹൂതി മുതർ അയച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുവഴി കടന്നു പോകുന്ന പല കപ്പലുകൾക്ക് നേർക്കും ഹൂതി മുതർ ആക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ അമേരിക്ക സുരക്ഷാ സന്നാഹം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ഹൂതി മുതർ 5 ഡ്രോണുകൾ അയച്ചത് ഒരുപക്ഷെ ഇതുവഴി കടന്നു പോകുന്ന നിരവധി കപ്പലുകളെ ലക്ഷ്യമാക്കി ആയിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണത്തിൽ പലപ്പോഴും കപ്പലുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ കപ്പലുകൾ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയും ഹൂതി മുതർ പിന്തുടർന്നു എങ്കിൽ പോലും ഇപ്പോൾ അമേരിക്ക അവിടെ കാവൽ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അധികം കപ്പലുകൾക്ക് നേർക്ക് നേരിട്ട് ആക്രമിക്കാനും അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാനും ശ്രമിക്കാത്തത്. പകരം ഇപ്പോൾ ഹൂതി മുതർ ചെയ്യുന്നത് നേരിട്ട് കപ്പലുകൾ ആക്രമിക്കുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുന്നതിന് പകരം തങ്ങളുടെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഇതുവരെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി. അതേസമയം തുടക്കത്തിൽ ഇവർ ആക്രമിച്ചിരുന്നതെല്ലാം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നുവെങ്കിൽ പിന്നീട് ഇതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്ക് നേർക്കും ഇവർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇത് ഈ മേഖലയിൽ ഭീതി പരത്താനും ഒരുപക്ഷെ ഏറ്റവും അധികം തിരക്കുള്ള കപ്പൽ പാതയായ ഈ മേഖലയിലൂടെ അധികം കപ്പലുകൾ ഇനി അങ്ങോട്ട് കടന്നു വരരുതെന്നും ഇത് മറ്റു രാജ്യങ്ങളുടെ ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങളുടെ വാണിജ്യ ബന്ധങ്ങളെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്നും ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചെങ്കടലിൽ ഹൂതി മുതർ ഇപ്പോഴും നിരന്തരമായി ആക്രമണം നടത്തുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതി മുതർ ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിനോടും അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള രാജ്യങ്ങളോടുമൊക്കെ തന്നെ പ്രതികാരം നടത്തുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഗാസയിലെ റഫായിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 13ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. 15 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഇനിയും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. ഇവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് ആക്രമണം നടത്തുകയുള്ളൂ എന്ന് നേരത്തെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേൽ സ്വാഭാവികമായി ഇപ്പോൾ സംശയിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ തന്നെ തൊടുത്തുവിട്ട റോക്കറ്റുകൾ ലക്ഷ്യം മാറി ജനവാസ മേഖലയിൽ തന്നെ പതിക്കുകയായിരുന്നു എന്നാണ്. ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്താണെങ്കിലും റഫായിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടി അടിയന്തരമായി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നീക്കം. അതിനുശേഷം മാത്രമേ ഹമാസിൻ്റെ പ്രധാന നേതാക്കളെ, ഇവിടെ ഒളിവിൽ കഴിയുന്ന നേതാക്കളെയൊക്കെ തന്നെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ എന്നവർക്ക് നന്നായിട്ട് അറിയാം. യാഹ്യ സിൻവർ കഴിഞ്ഞ ദിവസം പൊതുനിരത്തുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തെ അമ്പരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഹമാസ് തീവ്രവാദികളെ അമർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റഫായിലും ഖാൻ യൂനിസിലും ഒക്കെ തന്നെ ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ജനവാസ മേഖലകളിലേക്ക് കടന്നു ചെന്ന് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ച് ഹമാസ് നേതാക്കൾ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും അധികം ഭൂഗർഭ തുരങ്കങ്ങൾ ഹമാസ് തീവ്രവാദികൾ നിർമ്മിച്ച് പല പ്രമുഖരായ നേതാക്കളും ഒളിവിൽ കഴിയുന്നതും ഇതിനകത്ത് തന്നെയാണ് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്.